നമ്മൾ കഴിഞ്ഞ ദിവസം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ പഠനം ആരംഭിച്ചു. യോഹന്നാന്റെ സുവിശേഷം എന്തുകൊണ്ടാണ് നമ്മൾ വളരെ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്? എല്ലാ വചനഭാഗവും നമുക്ക് പ്രധാനമാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം പ്രത്യേകമായി ഞാൻ പരാമർശിക്കാനും ഉള്ളൊരു കാരണം, യോഹന്നാന്റെ സുവിശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും അവസാനം എഴുതപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ്. ഏറ്റവും അവസാനം എഴുതപ്പെട്ട പുസ്തകമായതുകൊണ്ട് തന്നെ ആ ഒരു ദൈവത്തിന്റെ ആത്മാവിനാലുള്ള ആ വെളിപ്പാടുകൾ, സഭയ്ക്ക് ലഭിച്ച വെളിപ്പാടുകളെല്ലാം കഴിഞ്ഞ ശേഷമാണ് ആ ഒരു ഫൗണ്ടേഷണൽ ടീച്ചിങ്സ് എല്ലാം കഴിയുന്ന ആ ഒരു മുറയ്ക്കാണ് ഈ യോഹന്നാന്റെ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കാനോൻ ഏതാണ്ട് ക്ലോസ് ആകുന്ന, അതായത് പുതിയ നിയമ പുസ്തകങ്ങൾ ക്ലോസ് ആകുന്ന ഒരു സന്ദർഭത്തിലാണ് യോഹന്നാന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ വചനങ്ങളെ യോഹന്നാൻ കാണുന്നത് വ്യത്യസ്തമായിട്ടാണ്. അതായത് കർത്താവ് പറഞ്ഞതിൽ നിന്നും ജീവൻ ലഭിക്കുവാൻ വേണ്ടി നമുക്ക് വേർതിരിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുത്ത് അതിനെ ഒരു സിസ്റ്റമായിട്ട് പ്രസന്റ് ചെയ്യാണ് യോഹന്നാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് വീണ്ടും ജനിക്കേണ്ടത്, എങ്ങനെയാണ് ക്രിസ്തുവിന്റെ ജീവൻ അനുഭവിക്കേണ്ടത്, എങ്ങനെയാണ് കർത്താവ് നമുക്ക് ആ ഡിവൈൻ ലൈഫ് നമുക്ക് കൈമാറ്റം ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വീണ്ടും ജനനം എന്ന ആ ഒരു എക്സ്പീരിയൻസിന്റെ ഏറ്റവും വിശദമായ പഠനമാണ് യോഹന്നാന്റെ സുവിശേഷം. ആ യോഹന്നാന്റെ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത് തന്നെ ഈ ക്രിസ്തുവിന്റെ ജീവന്റെ പഠനം നടക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനം അറിയിക്കുന്നത്. കാരണം ഇന്ന് സഭകളിൽ ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം അതിനകത്ത് വിട്ടുപോകുന്നത് വീണ്ടും ജനനമാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഒരാൾ പെട്ടെന്ന് ആലോചിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഞാൻ പാപിയാണ്, കർത്താവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. അതൊക്കെ ശരിയാണ്. പക്ഷെ എൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ഒരു പാപക്ഷമ എന്നൊരു എലമെന്റ് മാത്രമല്ല നമ്മുടെ രക്ഷയ്ക്കുള്ളത്. പാപക്ഷമ എന്ന ആ ഒരു എലമെന്റിന്റെ കൂടെ വീണ്ടും ജനനം എന്നൊരു ഭാഗവും കൂടിയുണ്ട്. നമ്മൾ ക്ഷമിക്കപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ പാപങ്ങൾ കഴുകപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ വീണ്ടും ജനിക്കുന്ന കൂടിയുണ്ട്. ഈ വീണ്ടും ജനിക്കുക എന്ന് പറയുന്ന ഒരു ഡിവൈൻ എക്സ്പീരിയൻസ്, ഒരു സ്വർഗീയമായ ഒരു അനുഭവത്തിലൂടെയാണ് ദൈവം നമ്മളെ നടത്തുന്നത്. അപ്പോൾ ആ ഒരു അനുഭവമാണ് നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി മാറ്റുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിന് തൊട്ടടുത്ത് വരെയാണ്, ആ ഒരു ഡിസ്കഷന്റെ തൊട്ടടുത്ത് വരെ എത്തി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ കൃപയെക്കുറിച്ചും വീണ്ടും ജനനത്തെക്കുറിച്ചും ഒക്കെ കഴിഞ്ഞ ദിവസം പരാമർശിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന് നമ്മൾ വായിച്ചു. ഈ ദൈവമക്കളാകുവാനുള്ള അധികാരം എന്ന് പറയുന്നത് അവനെ കൈക്കൊള്ളുന്നവർക്കാണ്. എങ്ങനെയാണ് അവനെ കൈക്കൊള്ളുന്നത്? ഇത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ആകുമ്പോഴേക്കുമാണ് നമുക്ക് അവനെ കൈക്കൊള്ളുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു 6-ാം അധ്യായത്തിലേക്ക് വരുന്നത് വരെ നമ്മൾ ഇതിനിടയിൽ ജീവനെക്കുറിച്ച് പറയുന്ന എല്ലാ പഠിപ്പിക്കലുകളും വരുമ്പോൾ നമ്മൾ ഈ വാക്യം ഒന്നുകൂടെ ഓർക്കും. യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുക, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അപ്പോൾ അധികാരം വരുന്നത്, അല്ലെങ്കിൽ ദൈവമക്കളാകുന്ന ആ ഒരു അവസ്ഥ വരുന്നത് രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നാണ്. അപ്പം മനുഷ്യനിൽ നിന്ന് ജീവൻ പ്രാപിക്കുമ്പോഴാണ് നമ്മൾ ആദമിന്റെ സന്തതിയായിട്ട് ജനിക്കുന്നത്. എന്നാൽ ദൈവത്തിൽ നിന്ന് ജീവൻ പ്രാപിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ സന്തതിയായി ജനിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സന്തതിയായി നമുക്കൊരു ഹ്യൂമൻ ലെവലിൽ നമുക്ക് വീണ്ടും ജനിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യന്റെ ഇഷ്ടത്താൽ നമുക്ക് വീണ്ടും ജനിക്കാൻ പറ്റില്ല. തീരുമാനമെടുത്ത് നമുക്ക് കേൾക്കാൻ വയ്യ, നിന്നു പോയായിരുന്നു. ഓക്കെ, ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. അപ്പൊ ഒരു തീരുമാനമെടുത്ത് നമുക്ക് ഒരു മകനാവാൻ പറ്റില്ല, ദൈവത്തിൽ ജനിക്കാൻ പറ്റില്ല. ദൈവത്തിൽ ജനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവിക ജീവന്റെ പങ്കാളിത്തം, മനുഷ്യന്റെ ജീവന്റെ പങ്കാളിത്തം ഉള്ളപ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത്. അതുപോലെ തന്നെ ആദമിന്റെ സന്തതികളാകുന്നത്. അതുപോലെ കർത്താവിന്റെ മക്കളാകുന്നതിന് നമുക്ക് ദൈവിക ജീവന്റെ പങ്കാളിത്തം ആവശ്യമാണ്. ആ ജീവൻ നമ്മളിലേക്ക് പകരുന്നത് കൊണ്ട്, ആ ജീവൻ നമ്മൾ പ്രാപിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാകുന്നത്. ഒരിക്കലും ഒരു മനുഷ്യന്റെ കയ്യാലുള്ള അധ്വാനം, ജഡത്തിലുള്ള തീരുമാനം, സൽപ്രവൃത്തികൾ, അവന്റെ രക്തത്താൽ അവന് ലഭിക്കുന്ന പാരമ്പര്യം, ഇങ്ങനെയുള്ള യാതൊരു കാരണങ്ങളാലും ഒരാൾക്കും ദൈവത്തിന്റെ മകനാകാൻ സാധിക്കില്ല. മാനുഷികമായ ഒരു രീതിയിലും ഉയരത്തിൽ നിന്ന് ജനിക്കാൻ കഴിയില്ല. അതിന് ദൈവത്തിൽ നിന്ന് തന്നെ ജനിക്കണം. ദൈവത്തിൽ തന്നെ ജനിക്കുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് മാനുഷികമല്ലാത്ത ഒരു രക്ഷ എന്ന് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഈ ജീവന്റെ പ്രത്യേകത എന്താണെന്നും
യോഹന്നാൻ അതിന്റെ പിന്നാലെ പറയുന്നുണ്ട്. 14 വാക്യത്തിൽ പറഞ്ഞ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സെ കണ്ടു. വചനം ജഡമായി തീർന്നാണ് ശരിക്കും യേശുക്രിസ്തു മനുഷ്യന്റെ രൂപത്തിൽ വരുന്നത്. ഇതിനിടയിൽ വളരെ വിചിത്രമായ പഠിപ്പിക്കലുകൾ നമ്മുടെ ഇടയിൽ വ്യാപരിച്ചിട്ടുണ്ട്. അതായത് സ്ത്രീയുടെ സന്തതി ആയതുകൊണ്ട് കന്യാമറിയാമിന്റെ സീഡ് ഓഫ് ദ വുമൺ എന്ന് പറയുന്നത് കൊണ്ട് കന്യാമറിയാമിന്റെ ഒരു ഫെമിനിൻ ഭാഗവും ദൈവം പരിശുദ്ധാത്മാവിലൂടെ സപ്ലൈ ചെയ്ത ഒരു മെയിൽ ഭാഗവും ചേർന്നാണ് യേശുക്രിസ്തു ഉണ്ടായത് എന്ന് ഉള്ള ഒരു വിപരീതോപദേശം നമ്മുടെ ഇടയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവരുവരുമൊക്കെ അവിടെ ഇവിടെ നിന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, അത് തീർച്ചയായിട്ടും വേദപുസ്തക വെളിപ്പാടിനെതിരാണ്. സ്ത്രീയുടെ സന്തതി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും സ്ത്രീയുടെ ആ ബയോളജിക്കൽ പ്രോപ്പർട്ടിയുടെ അർത്ഥത്തിലല്ല, സ്ത്രീയിൽ നിന്ന് ഉത്ഭവിക്കുന്നയാളെന്ന അർത്ഥത്തിൽ മാത്രമേ അത് പ്രയോഗിച്ചിട്ടുള്ളൂ. മാത്രമല്ല, കർത്താവ് ഉയരത്തിൽ നിന്നുള്ളവനാണെന്ന് നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനമാണ് ശരീരമായി മാറിയത്. കന്യകാമറിയാമിന് ഉദരത്തിൽ യേശുക്രിസ്തുവിനെ വഹിക്കുവാനുള്ള കൃപയാണ് ലഭിച്ചത്. അതുകൊണ്ടാണ് കന്യക മറിയം എന്ന് തന്നെ പറയുന്നത്. കന്യക എന്ന് പറയാൻ തന്നെ കാരണം അതാണ്. വചനം ജഡമായി തീർന്ന് അവളുടെ ഉള്ളിൽ വസിക്കുകയായിരുന്നു, മനുഷ്യരൂപം എടുക്കുകയായിരുന്നു. മനുഷ്യരൂപം അത് മനുഷ്യനിൽ നിന്നല്ല, ആ മനുഷ്യരൂപം എടുക്കുന്ന ദൈവത്തിന്റെ തീരുമാനമാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ ഒരേ സമയത്ത് തന്നെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. ആ മനുഷ്യനാവുക എന്നുള്ള അവന്റെ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിലാണ് അവൻ ഇറങ്ങി വരുന്നത്. കന്യക മറിയമിൽ നിന്നാണ് അവൻ ആ ശരീരത്തെ സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വളർച്ച, അതിനു വേണ്ട ആ ബോഡിക്ക് വേണ്ട ആഹാരം, ആ റിസോഴ്സസ് എല്ലാം. പക്ഷെ ഉറവിടം ക്രിസ്തുവാണ്, ഉറവിടം ദൈവമാണ്, സ്വർഗീയമാണ്. വചനം ജഡമായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ താഴെ നിന്നുള്ളവനല്ല എന്ന് കർത്താവ് എപ്പോഴും പറയാം. ഉയരത്തിൽ നിന്ന് വന്നവൻ എന്നാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, മനുഷ്യപുത്രൻ, സൺ ഓഫ് മാൻ എന്ന് പറയുമ്പം ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തിൽ സൺ ഓഫ് മാൻ ഉണ്ട്. അന്ന് കന്യകമറിയമില്ല. പഴയ നിയമങ്ങളിലെല്ലാം നമ്മൾ യേശുക്രിസ്തുവിനെ കാണുന്നുണ്ട്, അവിടെയൊന്നും കന്യകമറിയമില്ല. അപ്പോൾ ഈ കന്യകമറിയമിൽ നിന്ന് ഒരു സ്ത്രീ ഭാഗവും പരിശുദ്ധാത്മാവിൽ നിന്നൊരു പുരുഷ ഭാഗവും എടുത്താണ് യേശുക്രിസ്തു ഉണ്ടായതെന്നുള്ള പഠിപ്പിക്കൽ വചന വിപരീതമാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെയെങ്ങാനും ഹൃദയത്തിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അത് വിട്ടുകളഞ്ഞേക്ക്, അത് നിങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കുമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് വചനം ജഡമായി തീർന്നു, ഫ്ലഷ് ആയി മാറി. ഈ ഫ്ലഷിനെ കുറിച്ച് ക്രിസ്തുവിന്റെ ജഡം, ക്രിസ്തുവിന്റെ ശരീരം, ആ അർത്ഥത്തിലാണ് അവിടെ ഫ്ലഷ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. വചനം ശരീരമായി മാറി എന്ന് പറഞ്ഞാൽ അതിന് ശരീരം മാത്രമല്ല ഉള്ളത്, ശരീരവും മനസ്സുമുള്ള ഒരു മനുഷ്യനായി മാറി. ഒരു ജഡം, ഒരു ശരീരമായിട്ട്, ഒരു മനസ്സായിട്ട്, ഒരു ആളായിട്ട് കർത്താവ് വചനം അങ്ങനെ മാറി. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഗ്രേസ് എന്ന വാക്ക് നമ്മൾ പലപ്പോഴും നമ്മുടെ സഭകളിൽ വളരെയധികം പ്രാവശ്യം ഈ ഗ്രേസ് എന്ന വാക്ക് വിശദീകരിച്ചിട്ടുണ്ട്. കൃപ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മളത് കാണുന്നത് കൊണ്ട് ഈ വചനത്തിൽ ആ ഒരു ഭാഗം മിസ്സാകാതിരിക്കാൻ വേണ്ടി അതൊരിക്കൽ കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൃപ എന്ന് പറയുന്നത് ശരിക്കും അൺമെറിറ്റഡ് ഫേവർ ആണെന്ന് നമുക്കറിയാം. നമുക്ക് അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നൽകുന്ന ദാനമാണ് കൃപ. കന്യക മറിയം പറയുന്നത് യേശുക്രിസ്തുവിനെ കൺസീവ് ചെയ്യുമ്പോൾ മറിയം പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ കൃപ ലഭിച്ചവളെ എന്നാണ് കന്യാമറിയാമിനെ വിളിക്കുന്നത്, അല്ലെ? കൃപ ലഭിച്ചവളെ എന്നാണ് എലിസബത്ത് കന്യാമറിയാമിനെ വിളിക്കുന്നത്. ദൂതൻ കന്യാമറിയാമിനെ വിളിക്കുന്നത് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്നാണ്. കൃപ ലഭിക്കുകയാണ്, അൺമെറിറ്റഡ് ആണ്. യേശുക്രിസ്തുവിനെ വഹിക്കാനുള്ള മെറിറ്റ് ശരിക്കും ഒരാൾക്കും ഇല്ല. പക്ഷെ അതുകൊണ്ടാണ് കന്യക മറിയമിന് അൺമെറിറ്റഡ് ഫേവർ, അതായത് കൃപ ലഭിച്ചു എന്ന് പറയുന്നത്. കൃപ ലഭിച്ച മറിയം, ആ കൃപയല്ല ഇവിടെ പറയുന്നത്. ഈ കൃപ എന്ന വാക്കിന്റെ പല അർത്ഥങ്ങൾ. ഒരർത്ഥം ദൈവത്തിന്റെ തേജസ് മനുഷ്യനിൽ വെളിപ്പെടുന്നതിനെയാണ് ഇവിടെ കൃപ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊരു കൃപയാണ്, എന്തൊരു മഹത്വമാണ്, എന്തൊരു തേജസ്സാണ്, എന്തൊരു ഐശ്വര്യമാണ്, അല്ലെങ്കിൽ എന്തൊരു ആകർഷകത്വമാണ്. ആ ആളെ കാണുമ്പോൾ ഒരുപക്ഷെ ഭൗതികമായി നോക്കിയാൽ വലിയ സൗന്ദര്യമൊന്നും ഇല്ലെങ്കിലും എന്തോ ഒരു ആകർഷണമാണ് എന്ന് ഉള്ള ആ ഒരു ചിന്താഗതിയാണ് ശരിക്കും അവിടെ
കൃപ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൃപ നിറഞ്ഞാണ് കർത്താവിനെ കാണുന്നത്. ഇതിനൊരു പശ്ചാത്തലവും കൂടി ഉണ്ട്. നമുക്കറിയാം, പുതിയ നിയമം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ, നമ്മളെല്ലാവരും എസെൻഷ്യലായിട്ട് അത്യാവശ്യമായിട്ട് നമ്മൾ വായിച്ചിരിക്കേണ്ട 3 പുതിയ നിയമ പുസ്തകങ്ങളിൽ ഒന്ന് യോഹന്നാനും, മറ്റൊന്ന് റോമരും, പിന്നെ ഒന്ന് എബ്രായ ലേഖനവുമാണ്. എല്ലാം വായിക്കേണ്ടതെന്നപ്പോൾ നിങ്ങൾ ചോദിക്കും, എല്ലാം വായിക്കണം. പക്ഷെ തിയോളജിക്കൽ ഫൗണ്ടേഷൻസ്, അതായത് വേദശാസ്ത്രപരമായ അടിസ്ഥാനങ്ങൾ ഇടുന്ന അധ്യായങ്ങളാണ് ഇതെല്ലാം. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്നത് ആഫ്റ്റർ എപ്പിലോഗ് പോലെ ഇതിനെല്ലാം ശേഷം എഴുതിയത് കൊണ്ട് അന്ന് വരെയുള്ള തിയോളജി യേശുക്രിസ്തു എങ്ങനെയാണ് മറുപടി കൊടുത്തതെന്നുള്ള ഒരു ഓർമ്മ കൂടിയാണ് യോഹന്നാന്റെ സുവിശേഷം. അപ്പോൾ കൃപ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡിസ്പോസിഷനാണ്. ഇറ്റ്സ് എ ഡിസ്പോസിഷൻ ദാറ്റ് വി ഹാവ് ടുവേർഡ്സ് ഹ്യൂമൻ ബീങ്സ്. പ്രകൃതിയോട്, നമുക്ക് മനുഷ്യരോട്, വേദനിക്കുന്നവരോട്, അല്ലെങ്കിൽ നമ്മൾ എതിർക്കുന്നവരോട്, എല്ലാ മനുഷ്യരും ബലഹീനരാണെന്ന് മനസ്സിലാക്കുമ്പം അവരോട് നമ്മളിൽ നിന്ന് ഒഴുകുന്ന ആ ഒരു ആകർഷകത്വം, നമ്മുടെ അടുത്തേക്ക് ഓടി വരാൻ അവർക്ക് തോന്നുന്ന ആ ഒരു പ്രകൃതമാണ് ശരിക്കും കൃപ എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന് അങ്ങനെ ഒരു കൃപയുണ്ടായിരുന്നു. ആർക്കും അവൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലാമായിരുന്നു. അവൻ ആരെയും അകറ്റി നിർത്തുകയോ അവൻ ആരെയും വിധിക്കുകയോ ചെയ്തില്ല. അവിടെ എല്ലാം അവൻ കൃപ ചൊരിയുന്നതായി, കൃപയെ നിറഞ്ഞവനായി കണ്ടു. അപ്പോൾ യേശുക്രിസ്തുവിന് 2 തേജസ് ഉണ്ടായിരുന്നു നമുക്ക് അറിയാം. ഒന്ന്, അവന് സ്വർഗത്തിലുണ്ടായിരുന്ന തേജസ്സാണ്, സ്വർഗത്തിൽ പിതാവിനോടൊപ്പം ഉള്ള തേജസ്, മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്ന തേജസ്. ആ തേജസ്സാണ് യശയാവ് കാണുന്നത്. യശയാവ് ഭയപരവശനായി പോകുന്നത്. ആ തേജസ്സുമായിട്ട് കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ജീവിക്കാൻ സാധിക്കുമായിരുന്നിരിക്കാം. പക്ഷെ നമ്മെ രക്ഷിക്കുവാൻ അതായിരുന്നില്ല വഴി. നമ്മെ രക്ഷിക്കണമെങ്കിൽ നമ്മളിൽ ഒരാളായി വരേണ്ടത് ആവശ്യമായിരുന്നു. ആ നമ്മളിൽ ഒരാളായി വരുന്ന യേശുവിനെ നമ്മൾ കാണുന്നത് ആ സ്വർഗീയമായ തേജസ്, സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് വേണ്ട എന്ന് വെച്ച് ഈ താഴ്ന്ന ലോകത്തിലേക്ക് കർത്താവ് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ അവനുണ്ടായിരുന്ന മഹത്വം എന്ന് പറയുന്നത് ഏതും മനുഷ്യനെയും ആകർഷിക്കുന്ന ഒരു സൗന്ദര്യമായിരുന്നു. ഏത് മനുഷ്യനും അവനെ കാണുമ്പോൾ ആളല്ലെന്ന് തോന്നുമാറ് തകർക്കപ്പെട്ടാലും അവനിലേക്ക് നമ്മളെ ആകർഷിക്കുന്ന ഒരു ദൈവികമായ ആകർഷകത്വം, ഒരു മനോഹരത്വം അവനുണ്ടായിരുന്നു. ഈ മനോഹരത്വത്തിന്റെ നിറവാണ് ശിഷ്യന്മാര് തേജസ്സായി കാണുന്നത്. എന്ത് തേജസ്സായിട്ടാണ് കാണുന്നത്? ദൈവത്തിൽ നിന്ന് ജനിച്ച ഏകജാതനായ പുത്രന്റെ തേജസ്സായിട്ടാണ് കാണുന്നത്. കൃപയും സത്യവും, ട്രൂത്ത് ആൻഡ് ഗ്രേസ് എന്ന് പറയുന്നത് ശരിക്കും അൺമെറിറ്റഡ് ഫേവറിനെ കുറിച്ച് അല്ല അവിടെ പറയുന്നത്. അൺമെറിറ്റഡ് ഫേവർ പോലും നമുക്ക് വരുന്നത് ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്നാണ്, തേജസ്സിൽ നിന്നാണ്. അപ്പൊ യേശുവിന്റെ തേജസ് 16-ാം വാക്യത്തിൽ പറയാണ്, അവന്റെ നിറവിൽ നിന്ന് നാം ഓരോരുത്തരും കൃപയുടെ മേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു. ഓക്കെ, 15-ാം വാക്യം പറഞ്ഞു, യോഹന്നാൻ അവനെ കുറിച്ച് സാക്ഷീകരിച്ചു, എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇവിടെ ജഡാവതാരം ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെപ്പോലുള്ളൊരു, നമ്മുടെ പാപജഡത്തിന്റെ സദൃശ്യത്തിൽ ഒരു മനുഷ്യനായി വരിക എന്ന് മാത്രമാണ്. എന്നാൽ യേശു അതിനു മുമ്പേ ഉണ്ടായിരുന്നു. ഭൂമിയിൽ പലപ്പോഴും അവൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അവനെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് പകരക്കാരനായി വരുന്ന ആ ഒരു പോയിന്റാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഇവിടെ യോഹന്നാൻ പറയാണ്, അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. എനിക്ക് മുൻപേ ഉണ്ടായിരുന്നവൻ. യോഹന്നാൻ സ്നാപകനാണോ യേശു കർത്താവാണോ മൂത്തത്? യോഹന്നാൻ സ്നാപകനാണ് മൂത്തതല്ലേ? ആണ്. പക്ഷെ യോഹന്നാൻ പറയാണ്, എന്നേക്കാളും മുൻപേ ഉണ്ടായിരുന്ന ഒരാളാണ് എൻ്റെ പിന്നാലെ വരുന്നത്. അപ്പോൾ എന്നേക്കാളും മുൻപേ ഉണ്ടായിരുന്ന ആള് എൻ്റെ പിന്നാലെ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറ് അഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. 16-ാം വാക്യം പറയാണ്, അവന്റെ നിറവിൽ നിന്ന്. എന്തിന്റെ നിറവാണ്? കൃപയുടെ നിറവാണ്, തേജസ്സിന്റെ നിറവാണ്. അവന്റെ നിറവിൽ നിന്ന് നാം ഓരോരുത്തരും കൃപയുടെ മേൽ കൃപ പ്രാപിച്ചിരുന്നു. അപ്പൊ കൃപ എന്ന വാക്ക് ഇവിടെ ഒരു നമ്മളിൽ വന്ന് നിറയുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അതായത് ഇറ്റ്സ് നോട്ട് സീൻ ആസ് എ വൺ ടൈം എഫക്ട്, ഇറ്റ്സ് ക്വാണ്ടിറ്റേറ്റീവ് ഹിയർ. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളക്കാവുന്ന ഒന്ന്.
അവന്റെ കൃപയുടെ നിറവിൽ നിന്ന് നാം ഓരോരുത്തരും കൃപയുടെ മേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ കൃപയുടെ നിറവ് നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഒരു മെഷറബിൾ ആയിട്ട് സംതിങ് ദാറ്റ് ക്യാൻ ഇൻക്രീസ് ഇൻ us. അപ്പൊ തേജസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ തിങ് എന്നുള്ളതിനേക്കാളും നമ്മിൽ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മിൽ വളരുന്ന ഒരു കാര്യമായിട്ടാണ് അവിടെ കൃപയെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ തേജസ് നമ്മളിൽ വന്ന് നിറയുന്ന ആ ഒരു അവസ്ഥയാണ് കൃപയുടെ മേൽ കൃപ. അപ്പൊ കർത്താവിലേക്ക് നോക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് കൃപ ഉണ്ടാകുന്നത്. 2 കൊരിന്ത്യർ ലേഖനം വായിച്ചപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി. അവനിലേക്ക് നോക്കുമ്പോഴാണ് മൂടുപടം നീങ്ങുകയും നമ്മുടെ ഹൃദയത്തിലെ ആ തേജസ് നമ്മുടെ മുഖത്ത് പ്രദർശിപ്പിക്കുന്ന രീതിയിൽ നാം തേജസ്കരിക്കപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ടു. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് അവന്റെ നിറവിൽ നിന്ന് നാം എല്ലാവർക്കും കൃപയുടെ മേൽ കൃപ പ്രാപിച്ചിരുന്നു. അപ്പൊ ഓരോ ദിവസവും കൃപ പെരുകത്തക്ക രീതിയിൽ ഓരോ പ്രാവശ്യവും യേശുവിന്റെ ആകർഷകത്വം നമ്മളിലേക്ക് പകരുക. നമ്മൾ ആദ്യത്തിനേക്കാളും ഭംഗിയായിരിക്കും 10 വർഷം കർത്താവിന്റെ കൂടെ നടന്നിട്ട് പിന്നെ ചിരിക്കുമ്പോൾ. നമ്മൾ ആദ്യം ഒരു കാര്യത്തിൽ ഇടപെട്ടതിനേക്കാളും, ഇപ്പൊ ഒരു കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ അയാളോട് സംസാരിച്ചതിനേക്കാളും എത്രയോ മനോഹരമായിരിക്കും ഒരു 10 വർഷം കർത്താവിന്റെ കൂടെ നടന്നിട്ട് പിന്നെ അയാളോട് പോയി സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കുമോ? അതിനെയാണ് ഈ കൃപയുടെ വളർച്ച എന്ന് പറയുന്നത്. വി ബിക്കം വെരി അട്രാക്റ്റീവ്. നമ്മൾ ഭയങ്കര ആകർഷകത്തോടവരായിട്ട് മാറും. ആൾക്കാർക്ക് മടുപ്പ് തോന്നാത്തവരായിട്ട് മാറും. ആൾക്കാർക്ക് നമ്മളുടെ മടുപ്പ് തോന്നാത്ത ഒരവസ്ഥയിലേക്ക് അവന്റെ കൃപ നമ്മളിൽ വളർന്നു വന്ന് അവന്റെ നിറവ് നമ്മളിൽ ഉളവാക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വളരണം. ആ ഒരു വളർച്ചയാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. നമുക്ക് ഒത്തിരി പുസ്തകങ്ങൾ വായിക്കേണ്ട ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കാൻ. ബൈബിൾ വായിക്കാനുള്ള അവസരമാണ് നമ്മൾ പലപ്പോഴും പലതും വായിച്ചിട്ട് നശിപ്പിക്കുന്നത്. അപ്പൊ ശരിക്കും ബൈബിളിൽ എഴുതിയിരിക്കുന്ന റിച്ച്നെസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി ക്രിസ്തുവിൽ വസിക്കുകയും അവന്റെ ആ നിറവിൽ നിന്ന് നാം ഓരോരുത്തരും കൃപയുടെ മേൽ കൃപ, അതായത് ആ ഗ്രേസ്, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രേസ്, കർത്താവിന്റെ കൃപയുടെ വിതരണത്തിനകത്ത് ഞാൻ ചെല്ലുകയാണ്. അവിടെ എനിക്ക് അളക്കാൻ പറ്റാത്തതുപോലെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എന്നിലേക്ക് പകർത്തപ്പെടുകയാണ്. അതാണ് ആ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാവുകയും അവരുടെ മുഖം ലജ്ജിച്ചു പോകാതെയും ഇരിക്കുന്നു എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഓക്കെ, 17-ാം വാക്യം പറയുകയാണ്, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. അപ്പൊ ഇത് അഗെയിൻ ഇവിടെ നമ്മൾ കാണുന്നത് സംതിങ് ട്രാൻസ്ഫറബിൾ. കൃപയും സത്യവും എന്താണ്? മോശയ്ക്ക് ന്യായപ്രമാണം കിട്ടിയത് മോശയ്ക്ക് വേണ്ടിയല്ല, അത് ജനങ്ങൾക്ക് അവൻ നൽകി. അതുപോലെ തന്നെ നമ്മളിലേക്ക് യേശു ക്രിസ്തുവിലൂടെ വന്ന 2 കാര്യങ്ങളാണ്. അതായത് നമ്മൾ അനുഭവിക്കേണ്ട 2 കാര്യങ്ങൾ. അതായത് കൃപ, സത്യം. മോശയിലൂടെ നമുക്ക് കിട്ടിയത് ന്യായപ്രമാണമാണെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഈ മനോഹരത്വമാണ്. അതായത് ദൈവത്തിന്റെ മക്കൾ എന്നുള്ളൊരു മനോഹരത്വം. ദൈവത്തിന്റെ മക്കളെ കണ്ട എങ്ങനെ ഇരിക്കും? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ? നമ്മളെയൊക്കെ കണ്ട ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? ആണോ? അല്ല നിങ്ങൾ പറയുവാണോ? അങ്ങനെ അല്ല എന്ന് പറയരുത്. കാരണം നമ്മുടെ ഈ ലൗകിക സൗന്ദര്യത്തെ കുറിച്ചല്ല ഈ കൃപ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സന്തതികളെല്ലാം, ദൈവത്താൽ ജനിച്ചവരെല്ലാം അലൗകികമായ സൗന്ദര്യമുള്ളവരാണ്. ആണോ? തീർച്ചയായിട്ടും ആണ്. അത് കർത്താവിനോട് നമ്മൾ അടുത്തടുത്തടുത്ത് ചെല്ലുന്തോറും വി ബിക്കം വെരി വെരി അട്രാക്റ്റീവ് ടു പീപ്പിൾ ഹു ആർ ബ്രോക്കൺ, പീപ്പിൾ ഹു ആർ സിൻഫുൾ, പീപ്പിൾ ഹു ഡു നോട്ട് നോ ഹു ഇസ് ഗോഡ്. അവരുടെ അടുത്തേക്ക് നമ്മൾ നടക്കുമ്പോൾ വി ബിക്കം ഫുൾ ഓഫ് ഗ്രേസ്, വി ബിക്കം എ ഹാർബിംഗർ ഓഫ് ട്രൂത്ത് ടു ദം. അവർക്ക് സത്യം വെളിപ്പെടുത്തി കൊടുക്കാനുള്ള, സത്യം കൈമാറ്റം ചെയ്യാൻ പറ്റും. നമുക്ക് ലഭിച്ചിട്ടുള്ള അതേ സത്യത്തെ വേറൊരാളിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ട് പകർത്തക്കത്തക്ക രീതിയിൽ നമ്മളിലേക്ക് വരുന്ന ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടും തേജസ്സായിട്ടുമാണ് ഈ കൃപയും സത്യവും എന്ന വാക്ക് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അത് ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ലഭിച്ചത്. അപ്പൊ കൃപയും സത്യവും ന്യായപ്രമാണ യഹൂദന്മാർക്ക് മോശയിലൂടെ ലഭിച്ചതുപോലെ കൃപയും സത്യവും എന്ന് പറയുന്നത് ഈ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച കാര്യങ്ങളായിട്ടാണ് അവിടെ പറയുന്നത്. കൃപയും സത്യവും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ആ കൃപയും സത്യവും നമുക്ക് യേശു ക്രിസ്തു മുഖാന്തരം വന്നു. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, യോഹന്നാൻ പറയാണ് എന്തുകൊണ്ടാണ് യേശു നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് വെളിപ്പാടായിരിക്കുന്നത്. 1 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളിൽ
യോഹന്നാൻ യേശുവിനെ വെളിപ്പെടുത്തുമായിരുന്നു. ആരാണ് യേശു, അവന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവന്റെ കൃപ എന്താണ്, അവന്റെ തേജസ് എങ്ങനെയാണ്, അവൻ എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അത് വചനം ജഡമായി തീർന്നതാണ്. അവൻ ഉന്നതനാണ്, അവൻ ദൈവമാണ്, അവൻ വെളിച്ചമാണ്, അവൻ ജീവനാണ്, അവൻ കൃപയുടെ പെർഫെക്ഷനാണ്, അവൻ സത്യമാണ്. ഇങ്ങനെ അനേകം കാര്യങ്ങളിലൂടെ യേശുവിനെ യോഹന്നാൻ ഈ വാക്യങ്ങളിൽ പരിചയപ്പെടുത്തി നമുക്ക് കാണാം. അവൻ ദൈവത്തിന്റെ വചനമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആരായിരിക്കണം എന്നാണ് പറഞ്ഞത്? നമ്മൾ വിളിച്ചു പറയുന്ന ശബ്ദമാണ്. അവൻ വചനമാണെങ്കിൽ നമ്മൾ അവന്റെ ശബ്ദമാണ്. വി റിഫ്ലക്ട് ഹിസ് ഗ്ലോറി. നമ്മൾ അവന്റെ തേജസ്സിനെ വെളിപ്പെടുത്തുന്ന അവന്റെ ശബ്ദമാണ്. അതുപോലെ അവൻ സത്യ വെളിച്ചമാണെങ്കിൽ നമ്മൾ അത് പ്രതിഫലിപ്പിക്കുന്ന വെളിച്ചമാണ്. നമ്മൾ അത് പ്രതിഫലിപ്പിക്കുന്നവരാണ്. ഓക്കെ, അതുപോലെ റിഫ്ലക്റ്റിംഗ് സർഫസസ് ആണ്. ഓക്കെ, അപ്പോൾ കർത്താവിന്റെ ഓരോ വെളിപ്പാടിനും ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണ്? ഓരോന്നിനും നമ്മളിലേക്ക് പകരുന്നതാണ്. കൃപ എന്ന് പറയുന്ന തേജസ് നമ്മളിലേക്ക് വരുന്നതാണ്. നമ്മളിൽ വരാനിരിക്കുന്ന തേജസ്സാണത്. സത്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഫൗണ്ടേഷനാണ്. ജീസസ് ക്രൈസ്റ്റ് എന്ന ട്രൂത്ത് അത് നമ്മളിലേക്ക് വരുന്നതാണ്. വി നെവർ സ്പീക്ക് ലൈസ്. വൈ? നമ്മൾ എന്തുകൊണ്ടാണ് കള്ളം പറയാത്തത്? അയ്യോ, അത് ഭയങ്കര ഒരു ചോദ്യം ഇപ്പോൾ അല്ലേ. നമ്മൾ എന്തുകൊണ്ടാണ് കള്ളം പറയാത്തത്? ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു പ്രത്യേക അനുഭവം നിങ്ങളോട് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ദാറ്റ് വാസ് around 1993 I suppose. ഞങ്ങള് മല്ലപ്പള്ളിയിലുള്ളൊരു ഒരു സൺഡേ സ്കൂളിൽ അന്ന് ഞാൻ പഠിപ്പിക്കുകയാണ്. പഠിപ്പിക്കുമായിരുന്നു ഓർമ്മയില്ല. എനിവേ, we went on a tour to Kodaikanal from the Sunday school. അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഈ കൂട്ടത്തിൽ കാണും, ഷാജിച്ചായൻ, മല്ലപ്പള്ളിയിൽ ഷാജിച്ചായൻ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങള് ഒന്നിച്ചായിരുന്നു ഒരു ടൂറ്. അന്ന് അവിടെ കൊടൈക്കനാൽ ചെന്നപ്പം അത് ആരും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു അനുഭവം എനിക്ക് അവിടെ വെച്ചുണ്ട്. അതായത് അവിടെ ഈ ബനിയൻ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ടീഷർട്ട്. അന്ന് ടീഷർട്ടിന്റെ വില എന്ന് പറയുന്നത് 30 രൂപയോ മറ്റാണ്, 30-25 അത്രയൊക്കെ ഉള്ളു. അപ്പൊ ഞങ്ങൾ ഇവരോട് വില ചോദിച്ചപ്പം അവര് 50 രൂപ മറ്റോ 40 രൂപ മറ്റോ പറഞ്ഞു. അപ്പൊ ഞാൻ എവിടെയൊക്കെ ആരൊക്കെ ബാർഗെയിൻ ചെയ്ത പരിചയത്തില്, അന്ന് പ്രായമൊന്നും 19 വയസ്സ് 20 വയസ്സാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഇത് 10-20 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സാധനമല്ലേ? അപ്പൊ ആ ഒരു സഹോദരി എന്നെ നേരെ തിരിഞ്ഞെന്ന് പറയാം, ഞങ്ങൾ കള്ളം പറയില്ല, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാകുന്നത് ക്രിസ്ത്യാനികൾ കള്ളം പറയില്ല എന്നുള്ള കാര്യം. പറയുവോ? ആർക്കറിയാം. നമ്മൾ എന്തുകൊണ്ടാ പറയാത്തത്? നമ്മൾ പറയാത്തത് നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നതുകൊണ്ടാണ്. അവിടെ വി ഡോണ്ട് ഹാവ് എനി അതർ ഗോഡ്. അപ്പൊ സത്യം നമ്മുടെ ജീവിതത്തിന്റെ ഒരു തത്വമായിട്ടാണ് വരുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ വാക്ക് എപ്പോഴും ഉവ്വ ഇല്ല എന്നിരിക്കുന്നതിന് കാരണം എന്താ? ക്രിസ്തു മഹത്വവാനായ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നുണ്ടാണ്. അപ്പൊ ഇതിനെല്ലാം ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ട്. കർത്താവിനെ കുറിച്ചുള്ള നമ്മുടെ ഓരോ വെളിപ്പാടിനും ഓരോ ഇംപ്ലിക്കേഷൻ ഉണ്ട്, ഓരോ കോൺസിക്വൻസ് ഉണ്ട്, ഓരോ അനന്തര ഫലങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ അറിവ്, ദൈവം എന്തുമാത്രം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു, അവിടെയെല്ലാം അവന്റെ ജീവനാണ് വ്യാപരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ അറിയുന്നത് തന്നെ ജീവനാണെന്ന് പറയാനുള്ള കാരണം അതാണ്. നമ്മൾ ഓരോന്നും അറിയുമ്പോഴും അത് നമുക്ക് ജീവനായിട്ടാണ് വരുന്നത്, അല്ലെ? ലൈഫ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു പറയുമ്പോൾ അത് നമുക്ക് ജീവനായിട്ട് വരുന്നത് കൊണ്ടാണ്. സോ വി ആർ എക്സ്പീരിയൻസിങ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ഹിസ് ഫുൾനെസ്. ഓക്കെ, ഇനി 18ാമത്തെ വാക്യം വരുമ്പോഴേക്കും അതിന്റെ ഒരു ക്ലൈമാക്സ് നമുക്ക് അവിടെ കാണാം. ഓക്കെ, എന്താണ് 18ാം വാക്യം പറയുന്നത്? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പൊ ഇതൊരു വലിയ പ്രസ്താവനയാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലേ? പഴയ നിയമത്തിൽ ദൈവത്തെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ?
മോശയെ കുറിച്ച് പറയുന്ന അവൻ ദൈവവുമായി മുഖാമുഖം സംസാരിച്ചു എന്ന്. പുറപ്പാട് 33. കർത്താവ് പലർക്കും പ്രത്യക്ഷനായതായിട്ടാണ് നമുക്കറിയാം പഴയ നിയമത്തിൽ. പക്ഷെ യോഹന്നാൻ ഒറ്റ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറയാണ്. എന്താ പറയുന്നേ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ അവന്റെ പൂർണ്ണമായ മഹത്വത്തിൽ ആർക്കും ഒരിക്കലും കാണാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്? തന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ, തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നോ വൺ ഹാസ് എവർ സീൻ ഗോഡ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഓക്കെ, നോ വൺ ഹാസ് എവർ സീൻ ഗോഡ്, ദ ഓൺലി ഗോഡ് ഹു ഈസ് അറ്റ് ദ ഫാദേഴ്സ് സൈഡ്, he has made him known. ഈ കിങ് ജെയിംസ് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ്, ആ സ്ക്രിപ്റ്റും ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വെർഷൻ ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രിപ്റ്റും രണ്ടും രണ്ടാണ്. ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ വായിക്കുമ്പോൾ യേശു ക്രിസ്തു, അതിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ മലയാളത്തിൽ നിന്ന് പറഞ്ഞു നോക്കാം. ഇങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുന്നത്: നോ വൺ ഹാസ് എവർ സീൻ ഗോഡ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദ ഓൺലി ഗോഡ്. അവിടെ സൺ ഓഫ് ഗോഡ് എന്നൊന്നുമില്ല, ഓൺലി ബിഗോട്ടൺ എന്നുമില്ല. ഈ ബിഗോട്ടൺ എന്നുള്ള വാക്ക് ശരിക്കും കിങ് ജെയിംസ് ബൈബിൾ മാത്രമേ ഉള്ളൂ. ഈ ബിഗോട്ടൺ എന്നുള്ളൊരു വാക്ക് കിങ് ജെയിംസ് ബൈബിളിൽ പ്രയോഗിച്ചിരിക്കുന്നുണ്ട്. എബ്രഹാം ബിഗാറ്റ് ഐസക് എന്ന് ആ ഒരു ജനിപ്പിക്കലിന് തുല്യമായ ഒരു പദം കിങ് ജെയിംസ് ബൈബിളിൽ വന്നുകൊണ്ട് ഒത്തിരി ദുരുപദേശങ്ങൾ ഈ ബിഗാറ്റ് എന്ന ആ വാക്ക്, അല്ലെ ബിഗോട്ടൺ എന്ന വാക്കിനെ ആസ്പദമാക്കി വന്നിട്ടുണ്ട്. എന്നാൽ ഏറ്റവും പഴയ ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റുകളിലൊന്നും അങ്ങനെ ബിഗോട്ടൺ എന്ന പദമില്ല. അന്ന് കിങ് ജെയിംസ് എഴുതുമ്പോൾ ഇത്രയും പഴയ മാനുസ്ക്രിപ്റ്റ്സ് അന്ന് അവൈലബിൾ അല്ല. അന്നത്ര ആർക്കിയോളജി ഒന്നും വളർന്നിട്ടില്ല. അപ്പൊ വി ഹാവ് വെരി ഏൻഷ്യന്റ് ടെക്സ്റ്റ്സ് നൗ അവൈലബിൾ. അപ്പോൾ ആ വാക്യം അത് ഈ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ എഴുതുമ്പോൾ അവിടെ ഇങ്ങനെയാണ്: നോ വൺ ഹാസ് എവർ സീൻ ഗോഡ്, ദ ഓൺലി ഗോഡ്, ദ ബിഗോട്ടൺ സൺ. മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ എന്ന് പറയുന്നതിന് പകരം അവിടെ പറഞ്ഞിരിക്കുന്നത് ദ ഓൺലി ഗോഡ്. ഓക്കെ, അതായത് ഏക ദൈവം, ഹു ഈസ് അറ്റ് ദ ഫാദേഴ്സ് സൈഡ്. കണ്ടോ? പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഏകദൈവമായ ക്രിസ്തു. എങ്ങനെയുണ്ട്? ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഏകദൈവമായ പുത്രൻ, അല്ലെ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന പുത്രൻ എന്ന് പറയുന്ന പോലെ തന്നെ ദൈവത്തിന്റെ മറുഭാഗത്ത് അല്ലെങ്കിൽ വലതുഭാഗത്ത് തന്നെ പറഞ്ഞു ഇരിക്കുന്ന ക്രിസ്തു എന്ന് പറയുന്ന പോലെ തന്നെ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന പിതാവ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിന്റെ പ്രയോഗങ്ങളിലുണ്ടാകുന്ന വ്യത്യാസം. നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ഞാൻ പറഞ്ഞ് മനസ്സിലായോ? ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്ന പോലെ ദൈവത്തിന്റെ പിതാവ് എന്ന് തിരിച്ചും മറിച്ചും പറയുന്നുണ്ട്. അതായത് ഇവിടെ പറയുന്ന ഈ വാക്യം നമ്മൾ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ വായിച്ചാൽ നോ വൺ ഹാസ് എവർ സീൻ ഗോഡ്. അപ്പോൾ പിതാവായ ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. ദ ഓൺലി ഗോഡ് എന്ന അടുത്ത വാക്യത്തിൽ പറയുന്നത് പുത്രനെ കുറിച്ചാണ്. ദ ഓൺലി ഗോഡ് ഹു ഈസ് അറ്റ് ദ ഫാദേഴ്സ് സൈഡ്. അങ്ങനെ ESV ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം പിതാവിന്റെ അടുത്തിരിക്കുന്ന ഏകജാതനായ പുത്രൻ എന്ന് നമ്മൾ കിങ് ജെയിംസ് വായിക്കുന്ന ഇവിടെ വായിച്ചിരിക്കുന്നത് പിതാവിന്റെ അടുത്തിരിക്കുന്ന
ഏക ദൈവം, അവനാണ് ഈ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത ആ ദൈവത്തിന്റെ തേജസ്സിനെ നമുക്ക് വെളിപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഒരു സംശയം ഉണ്ടാവും, ഈ പഴയ നിയമത്തിൽ മുഴുവൻ വരുന്നത് ആരാണ്? ദൈവത്തെ ഒരു നാളും ആരും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ് ബിക്കംസ് എ കാറ്റഗോറിക്കൽ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ബൈബിളിൽ പലതരത്തിലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ചിലതൊക്കെ അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ നറേഷൻ ഓഫ് ഈവൻസ്. നമ്മൾ ഒരു സംഭവങ്ങളുടെ നറേഷൻ അല്ലെങ്കിൽ വിശദീകരണങ്ങളാണ്. അങ്ങനെയുള്ള വാക്യങ്ങളുമുണ്ട്. ഇപ്പൊ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ പലപ്പോഴും കർത്താവ് വരുന്നതും സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത് നറേഷൻസ് ആണ്. നറേഷൻസ് അതായത് വിവരണങ്ങളാണ്, എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ ഹിസ്റ്റോറിക്കൽ നറേഷൻ, ചരിത്രപരമായ വിവരണം. കർത്താവ് വന്നു, കണ്ടു, സംസാരിച്ചു, മുഖത്തോട് മുഖം എന്ന പോലെ സംസാരിച്ചു. പക്ഷെ അതിന്റെ വേദശാസ്ത്രം എന്താണ്? വേദശാസ്ത്രം പറയുന്നത് ആരും ദൈവത്തെ കണ്ടിട്ടില്ല എന്നാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ക്ലൂ പഴയ നിയമത്തിലുണ്ട്. എന്താണ് ഈ ദൈവം വന്നു, കണ്ടു, അവർ സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോഴും ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അത് പ്രത്യേകിച്ച് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്ന വഴിക്ക് നിങ്ങളുടെ ശബ്ദം കേട്ടതല്ല, നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല. അപ്പൊ ശരിക്കും ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് നമ്മൾ റിക്കൺസൈൽ ചെയ്യുന്നത്? ഹൗ ഡു വി റിക്കൺസൈൽ ദീസ് തിങ്സ്? നമുക്ക് അതിനൊരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം ഈ 33-ാം അധ്യായം നമ്മൾ വായിക്കുമ്പം 11-ാം വാക്യം. Thus the Lord used to speak to Moses face to face as a man speaks to his friend. ഓക്കെ, ഒരു മനുഷ്യൻ അവന്റെ സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെ ദൈവം അവനോട് മുഖത്തോട് മുഖം സംസാരിച്ച് കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഒരു സുഹൃത്തിനോട് എന്ന പോലെ മുഖത്ത് നോക്കി ഫേസ് ടു ഫേസ് ദൈവം മോശയോട് സംസാരിച്ചുണ്ട്. ഇനി അടുത്ത ഭാഗം നോക്കുമ്പോൾ 18-ാം വാക്യത്തിൽ മോശ പറയാണ്, മോസസ് said, please show me your glory. നിന്റെ മഹത്വത്തെ, ആ മഹത്വമായ പ്രസൻസിനെ എനിക്കൊന്ന് കാണിച്ചു തരണം. അപ്പൊ കർത്താവ് എന്താ പറയുന്നറിയാമോ? ഐ വിൽ മേക്ക് ഓൾ മൈ ഗുഡ്നെസ് പാസ് ബിഫോർ യു ആൻഡ് ഐ വിൽ പ്രൊക്ലെയിം ബിഫോർ യു മൈ നെയിം ദ ലോർഡ്. ഓക്കെ, യു കനോട്ട് സീ മൈ ഫേസ്. 20-ാം വാക്യം നോക്കിയേ, യു കനോട്ട് സീ മൈ ഫേസ്. നേരത്തെ എന്താ പറഞ്ഞേ? മോശയും ദൈവവും ഒരേ അധ്യായമാണെന്ന് ഓർക്കണം. മോശയും ദൈവവും മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചു കൊണ്ടിരുന്നു. അത് നമ്മൾ കണ്ടു. ഓക്കെ, എന്നാൽ ഇവിടെ 20-ാം വാക്യത്തിൽ പറയാണ്, യു കനോട്ട് സീ മൈ ഫേസ് ഫോർ മാൻ ഷാൽ നോട്ട് സീ മീ ആൻഡ് ദെൻ ലിവ്. മനുഷ്യൻ എന്നെ കണ്ടിട്ട് പിന്നെ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് സാധിക്കില്ല. ഹൗ ഡു വി റിക്കൺസൈൽ ദീസ് തിങ്സ്? ഈ ദൈവത്തെ മോശ കണ്ടിട്ടും മോശയ്ക്ക് ആ കാഴ്ചയിൽ തൃപ്തി ഉണ്ടാകുന്നില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഹിസ് നോട്ട് സാറ്റിസ്ഫൈഡ്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴും ഒരു സാധാരണ മനുഷ്യനെ പോലെ വന്നിട്ട് അവൻ ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. ഗ്ലോറി പോരാ. നമുക്ക് ആ ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു വിഷനും കൂടെ കർത്താവ് തന്നെങ്കിൽ നമുക്ക് ആ ഒരു വിശ്വാസം ഉറക്കത്തുള്ളൂ, അല്ലെ? അപ്പൊ മോശ അവിടെ ചോദിക്കുന്നത്, ദൈവമേ നിന്റെ മഹത്വത്തെ എനിക്കൊന്ന് കാണിച്ചു തരണമേ. ഇങ്ങനെ ഫേസ് ടു ഫേസ് സംസാരിച്ചിട്ട് എനിക്ക് സന്തോഷമാണ്, ശരിയാണ്. പക്ഷെ എനിക്ക് അതിൻ്റെ ഒരു ത്രില്ല് വരണമെങ്കിൽ, ദൈവത്തെ കണ്ടു എന്നൊക്കെ പറയണമെങ്കിൽ എനിക്ക് നിന്റെ മഹത്വം ഒന്ന് കാണിച്ചു തരണം.
അപ്പോൾ ഈ പഴയ നിയമത്തിൽ മുഴുവൻ പിതാവിനെ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെങ്കിൽ, അവന്റെ ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയതാണെങ്കിൽ, മനുഷ്യരെ അന്വേഷിച്ച് പുത്രൻ തമ്പുരാൻ അന്നും അവന്റെ വൃതന്മാരുടെ അടുത്ത് ചെന്നിട്ടുണ്ട്. എബ്രഹാമിന്റെ അടുത്തും മോശയുടെ അടുത്തും. ഓക്കെ, അപ്പൊ ഒരാള് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, ഈ പഴയ മാനസ്ക്രിപ്റ്റ്സും പുതിയ മാനസ്ക്രിപ്റ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഏതാണ് കൂടുതൽ ട്രസ്റ്റ് വർത്ത്? അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങൾ പഠിച്ചിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റൽ ക്രിറ്റിസിസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അത് ഈ പഠിച്ച കാര്യങ്ങൾ പറയാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല, ബട്ട് സ്റ്റിൽ ഫോർ യുവർ ഇൻഫർമേഷൻ. നമ്മളൊരു പുസ്തകത്തിന്റെ കോപ്പി, മാനുസ്ക്രിപ്റ്റ് കോപ്പി, ഒന്നാമത് എഴുതിയ കോപ്പി ആയിരിക്കുമോ ഒരു 20ാമത്തെ കോപ്പി ആയിരിക്കുമോ കൂടുതൽ ബിലീവബിൾ അല്ലെങ്കിൽ കൂടുതൽ ഒതന്റിക് എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പം നമ്മളൊരു സ്റ്റോറി ഞാൻ പറയും. ഓക്കെ, ഇപ്പോൾ ഞങ്ങളുടെ തമിഴ്നാട്ടിലെ സഹോദരൻ പോൾ മുരുകേഷ് പാസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോടൊരു കഥ പറയാണ്. ഈ കഥ മുഴുവൻ നിങ്ങൾ അടുത്ത ആളോട് പറയാൻ പറയും. അപ്പൊ ഈ പകർത്തി എഴുതി പോവുകയാണെങ്കിൽ ചിലപ്പോൾ ചില സിലബിൾസ്, ചിലപ്പോൾ ചില വാക്കുകൾ 2 പ്രാവശ്യം എഴുതും, ചിലത് 1 പ്രാവശ്യമായി പോകും, ചിലത് ഒരു ലൈനങ്ങ് മിസ്സായി പോകും. അപ്പം 2 മാനുസ്ക്രിപ്റ്റ് കിട്ടി, ഒന്ന് 1ാം നൂറ്റാണ്ടിൽ നിന്നും മറ്റൊന്ന് 4ാം നൂറ്റാണ്ടിൽ നിന്ന് കിട്ടിയാൽ നിങ്ങൾ ഏതായിരിക്കും കുറച്ചും കൂടെ ഒതന്റിക് എന്ന് വിചാരിക്കുന്നത്? ഇതിനകത്തെല്ലാം മൈനർ ഡിഫറൻസസേ ഉള്ളൂ. ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോകുക, മാറിപ്പോകുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇഫ് യു ഗെറ്റ് ആൻ ഓൾഡ് മാനുസ്ക്രിപ്റ്റ് ഫ്രം ദ ഫസ്റ്റ് സെഞ്ചുറി, ആൻഡ് വി ഹാവ് മാനുസ്ക്രിപ്റ്റ്സ് ഫ്രം ദ ഫസ്റ്റ് സെഞ്ചുറി, ചില പുസ്തകങ്ങളുടെയെങ്കിലും 1ാം നൂറ്റാണ്ടിലെ മാനുസ്ക്രിപ്റ്റുകൾ നോക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിന്റെ ഇവാലുവേഷൻ നടക്കുന്നത്. അപ്പോൾ മുമ്പോട്ട് ചെല്ലും തോറും, ആർക്കിയോളജിക്കൽ റിസർച്ച് വർദ്ധിക്കും തോറും, വി ആർ ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു ദി ഒറിജിനൽ. മീൻസ് അപ്പൊ നമ്മൾ 1ാം നൂറ്റാണ്ടിലുള്ള ഒരു മാനുസ്ക്രിപ്റ്റും 6ാം നൂറ്റാണ്ടിലുള്ള ഒരു മാനുസ്ക്രിപ്റ്റിനും എടുത്ത് നോക്കിയാലും അതിനകത്ത് കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ദാറ്റ് മീൻസ് ദേ വർ വെരി മെറ്റിക്കുലസ് ഇൻ കോപ്പിയിങ് ദിസ്. കാരണം ദൈവത്തിന്റെ വചനം കോപ്പി ചെയ്യുമ്പോൾ ദേ വർ വെരി മെറ്റിക്കുലസ്. ഈവൻ വെൻ ദേ വർ സോ മെറ്റിക്കുലസ്, there were some clerical oversights and that's very usual. ഈ വേദപുസ്തകം എഴുതുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ക്ലറിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം, ദാറ്റ് മീൻസ് വി ആർ കോപ്പിയിങ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ലേറ്റസ്റ്റ് ട്രാൻസ്ലേഷൻസ് ഉള്ളതാണ് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വെർഷൻ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് പോരാ, കുറച്ചും കൂടെ നല്ല ഭാഷയിൽ ഒരു ട്രാൻസ്ലേഷൻ എഴുതിയേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോയാൽ നമ്മൾ എത്ര സ്കോളേഴ്സ് ആയാലും, നമ്മൾ എത്ര മാത്രം പകർത്തി എഴുതാൻ ശ്രമിച്ചാലും there could be 1 or 2 oversights, errors, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇതാണ് അതിന്റെ കാരണം. ഓക്കെ, ഇത് ശരിക്കും ഒരു റഫായിട്ട് ഞാൻ പറഞ്ഞതാണ്. അത് എന്താണ് ഇതിന്റെ മാനദണ്ഡം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന പ്രസ്താവന നമ്മൾ അതുപോലെ എടുത്തേ പറ്റുള്ളൂ. കാരണം കർത്താവ് മോശയോട് പറയുന്നത്, എന്റെ മഹത്വം കണ്ടിട്ട് നിനക്ക് ജീവിക്കാൻ കഴിയുകയില്ല. എനിക്ക് നീ സ്നേഹിതനാണ്, നിന്റെ മുഖത്ത് നോക്കി എനിക്ക് സംസാരിക്കാൻ പറ്റും, പക്ഷെ എന്റെ മഹത്വം നിന്നെ കാണിക്കാൻ പറ്റില്ല. അങ്ങനെ എന്റെ മഹത്വം നിന്നെ കാണിക്കാൻ ഇടയായാൽ നീ ജീവിച്ചിരിക്കില്ല. അപ്പോൾ പഴയ നിയമത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവിനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. മനുഷ്യരുടെ അടുത്തേക്ക് എപ്പോഴും വരുന്നത് മനുഷ്യപുത്രനാണ്. ദൈവത്തിന്റെ മഹത്വം നമുക്ക് ആ മനുഷ്യപുത്രനും നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ അവൻ അവന്റെ സ്വർഗീയ മഹിമകളെ വിട്ട് മാറ്റി വെച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, ഞാൻ ഈ മാനുസ്ക്രിപ്റ്റ്സിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ഞാൻ വിട്ടുപോയതാണെന്നോട് പറയാന്. പുതിയതാണ് എന്ന് വിചാരിച്ച് സത്യമാകണമെന്നില്ല ലേറ്റസ്റ്റ് ട്രാൻസ്ലേഷൻ. അപ്പൊ കുറച്ചുകൂടെ പഴയ മാനുസ്ക്രിപ്റ്റ് വെച്ചാണെന്ന് പറഞ്ഞിട്ടൊന്നും സത്യമാകണമെന്നില്ല. നമ്മൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകളുടെ ഇന്റഗ്രിറ്റി, അവരുടെ സത്യസന്ധത ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ബ്രദറുകാരും പെന്തക്കോസ്തുകാരും കൂടെ ഒരു ബൈബിൾ സൊസൈറ്റി തുടങ്ങി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബൈബിൾ തരുന്ന ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ, ആ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയോട് പെന്തക്കോസ്തുകാർക്കും ബ്രദറുകാർക്കും ഇത്തിരി വിഷമം ഉണ്ടായി.
നമുക്കെന്ന് പറയാം, നമുക്ക് ഇത്തിരി വിഷമമുണ്ടായി. അതിന്റെ കാരണം അവര് സത്യവേദപുസ്തകത്തിന്റെ കൂടെ കത്തോലിക്കര് കൊണ്ട് നടക്കുന്ന അപ്പോക്രിഫ കൂടെ അടിക്കാനുള്ള ഒരു തീരുമാനം അക്കാലത്ത് എടുത്തായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം ഇവരെടുക്കുമ്പോൾ ബ്രദറുകാരും പെന്തക്കോസ്തുകാരും കൂടെ ഇരുന്ന് അവർ പറഞ്ഞു, നമുക്ക് ഈ CSIക്കാരും മർത്തോമക്കാരും നടത്തുന്ന ഈ ബൈബിൾ സൊസൈറ്റിയിൽ വലിയ പങ്ക് വേണ്ട. കാരണം ബൈബിള് വാങ്ങിക്കുന്ന മുഴുവൻ നമ്മളാണെങ്കിലും അവരുടെ ഇഷ്ടത്തിനാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു പുതിയ സൊസൈറ്റി തുടങ്ങാം എന്ന് പറഞ്ഞ് പെന്തക്കോസ്തിലെയും ബ്രദറുകാരിലെയും ആചാര്യന്മാർ കൂടിച്ചേർന്നിരുന്ന് അവരൊരു സൊസൈറ്റി ആരംഭിച്ചു. പക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ ഒരു വാക്യം വന്നപ്പോൾ, ഒത്തിരി വാക്യങ്ങൾ, നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവിൻ എന്നല്ല പഴയ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. രക്ഷയ്ക്കായി പ്രവർത്തിക്കുമെന്നാണ് അല്ലെ? രക്ഷയ്ക്കായി നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുമെന്നാണ്. ഇപ്പൊ ബ്രദറുകാർ പറഞ്ഞു അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മിസ്റ്റേക്കാണ്. നിങ്ങളുടെ രക്ഷ പ്രവൃത്തിയിൽ കൊണ്ടുവരുവിൻ എന്നാണ് അതിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ. അല്ലാതെ രക്ഷയ്ക്കായി ആർക്കും പ്രവർത്തിക്കാൻ കഴിയില്ല. പെന്തക്കോസ്തുകാർക്ക് ആ ഒരു ഭാഗം അങ്ങനെ തന്നെ വേണം, രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. ബ്രദറുകാർക്ക് അത് രക്ഷ പ്രവൃത്തിയിൽ കൊണ്ടുവരണമെന്നാക്കണം. അവര് തമ്മിൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഫിൽമി. പിന്നെ ആ പണി നടന്നില്ല. വീണ്ടും നമ്മൾ പഴയ സത്യവേദപുസ്തകത്തിന്റെ അടുത്തേക്ക് പോയി. സത്യവേദപുസ്തകം അടിക്കുന്ന ആൾക്കാര് എന്തായാലും ഒരു തീരുമാനം എടുത്തു, അപ്പോക്രിഫ അടിക്കുന്നില്ല. അത് നമുക്ക് ആശ്വാസമായി. അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ പറയാൻ കാരണം, നമ്മൾ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇരിക്കുന്ന ആളുകളുടെ ഇന്റഗ്രിറ്റിയും ആ വേർഷനെ ബാധിക്കും. ഉദാഹരണത്തിന് യഹോവയുടെ സാക്ഷികൾ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ എന്നും പറഞ്ഞൊരു ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വാച്ച്മാൻ ഈ വിറ്റ്നസ് ലീഗ് ഗ്രൂപ്പുകാര് അവര് റിക്കവറി വേർഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം എന്തിനാ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടീച്ചിങ്ങിന് കോട്ടം വരാതെ അവതരിപ്പിക്കാൻ വേണ്ടി ഇത്തിരി അഡ്ജസ്റ്റ്മെന്റൽ ഇന്റർപ്രിട്ടേഷൻസ് നടത്തിയാണ് ഈ ബൈബിളിൽ ഇറക്കുന്നത്. ഇന്റഗ്രിറ്റി പറയാൻ പറ്റാത്ത അനേകം ബൈബിളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ലേറ്റസ്റ്റ് ബൈബിൾ ആണ്, അത് ഏൻഷ്യൻ മാനുസ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എഴുതുന്ന ആളുകളുടെ ഇന്റഗ്രിറ്റി ഇവിടെ അതിനകത്ത് പ്രധാനമാണ്. സത്യസന്ധത, ട്രൂത്ത്ഫുൾനെസ് ടു ദ സ്ക്രിപ്ചർ ആൻഡ് ട്രൂത്ത്ഫുൾനെസ് ടു ദ സ്കോളർഷിപ്പ് ദാറ്റ് ദേ ഹാവ്. അതുകൊണ്ട് ഈ ഒരു ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ, കിങ് ജെയിംസ് വേർഷന്റെ കൂടെ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ, അത് രണ്ട് ബൈബിളും എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ദീസ് ആർ ഒതന്റിക് ട്രസ്റ്റ്വർത്തി ട്രാൻസ്ലേഷൻസ് മെയ്ഡ് ബൈ സ്കോളേഴ്സ് ഫ്രം ഓൾ ഡിനോമിനേഷൻസ്, റീഫോംഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ബൈബിൾ വിഹിത സഭകളുടെ വിശ്വാസികളായ എൽഡർഷിപ്പ് കൂടിയിരുന്ന് അവര് എഴുതിയതാണ്, ട്രാൻസ്ലേറ്റ് ചെയ്താണ് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ. അപ്പൊ അത് കിങ് ജെയിംസ് പോലെ തന്നെയാണ്. നമ്മുടെ മലയാളം ബൈബിളിലെ ട്രാൻസ്ലേഷൻസ് ആയിട്ട് ESVക്ക് ഒത്തിരി ബന്ധമുണ്ട്. 1-2 ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഓൾറൈറ്റ്, അപ്പൊ ഈ വേർഷൻസിനെ കുറിച്ചുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. ക്യാൻ യു കോൾ ജീസസ് ദ സൺ ഓഫ് മാൻ പ്രീ ഇൻകാർനേഷൻ? ഓഫ് കോഴ്സ് അങ്ങനെ പറയാം. അതിന്റെ കാരണം ദൈവത്തിന്റെ, യേശു ക്രിസ്തുവിന്റെ അവതാരം, മനുഷ്യ ശരീരമെടുത്ത് ഭൂമിയിൽ വസിക്കുന്നത് ഇൻകാർനേഷൻ, അതിനാണ് ഇൻകാർനേഷൻ എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് ക്രിസ്തുവിനെ നമുക്ക് അതിനു മുൻപേ സൺ ഓഫ് മാൻ എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് ഓഫ് ദാറ്റ് റെഫറൻസ് ഇൻ ദ ബുക്ക് ഓഫ് ഡാനിയൽ. ദാനിയലിന്റെ പ്രവചനത്തിൽ മനുഷ്യപുത്രന് സദൃശനായവനെ കണ്ടു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ മനുഷ്യപുത്രന്റെ റെഫറൻസ് അവിടെയാണ് വരുന്നത്. ഈ മനുഷ്യപുത്രന് സദൃശനായവനെ കണ്ടു എന്ന് പറയാൻ കാരണം, മനുഷ്യപുത്രനെ കണ്ടു എന്ന് പറയുന്നതിന് പകരം മനുഷ്യപുത്രനെ പോലെ എന്ന് അങ്ങ് പറയുക. ശരിക്കും ആ മനുഷ്യപുത്രൻ എന്ന് പറയുന്ന ക്രിസ്തു ആണെന്നുള്ളതിന്റെ ഒരു സൂചനയാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും മനുഷ്യ സൃഷ്ടിയിലൂടെ തന്നെ, മനുഷ്യന്റെ സൃഷ്ടിയുടെ സമയത്ത് തന്നെ, അല്ലെങ്കിൽ അവന്റെ സ്വരൂപത്തിൽ സദൃശ്യം നമ്മൾ സൃഷ്ടിക്കുമ്പോൾ തന്നെ അത് എവിഡന്റ് ആയിരുന്നു എന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് പലരും ചോദിക്കാറുണ്ട്, യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് എന്താ സ്വയം പറയുന്നത്? മനുഷ്യപുത്രൻ എന്നല്ലേ വീണ്ടും വീണ്ടും പറയുന്നത്? ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് വേണമെങ്കിൽ ആൾക്കാർക്ക് ആർക്ക് വേണേലും പറയാം, നമുക്ക് വേണമെങ്കിലും പറയാം, അല്ലേ? നമ്മൾ ദൈവത്തിന്റെ മക്കളല്ലേ?
ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് പറയുന്നതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ വരാനിരിക്കുന്ന മനുഷ്യപുത്രനാന്ന് പറഞ്ഞതാണ് അവിടെ പ്രശ്നമായത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യപുത്രൻ എന്നുള്ളത് ദാനിയേൽ ഉപയോഗിച്ച ആ ടൈറ്റിലാണ് കർത്താവ് എടുത്തിട്ട് ഞാനാണ് ആ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത്. അങ്ങനെ കർത്താവ് പറയുമ്പോൾ ദാറ്റ്സ് എ ഹയർ ക്ലെയിം ദാൻ ബീങ് കോൾഡ് എ സൺ ഓഫ് ഗോഡ്. ദൈവപുത്രൻ മനുഷ്യപുത്രനും കൂടെ ആകുമ്പോഴാണ് ആ ദാനിയേലിന്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന മനുഷ്യപുത്രന്റെ വരവ്. ആ വരവാണ് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ദൈവത്തെ നമ്മൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ പിതാവിനെ നമ്മൾ കാണുന്നില്ല. എന്നാൽ അവന്റെ മടിയിൽ അവനോട് ചേർന്നിരിക്കുന്ന ദൈവമായ പുത്രൻ ആരാണ് പിതാവെന്ന് പൂർണ്ണ അളവിൽ, ആ ദൈവത്തിന് മാത്രം അങ്ങനെ പൂർണ്ണ അളവിൽ വെളിപ്പെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ത്രിയേകത്വത്തിൽ വിശ്വസിക്കുന്നത്. ഓൺലി ഗോഡ് ക്യാൻ എക്സ്പ്രസ് ഹിംസെൽഫ്. ദൈവത്തിന് മാത്രമേ അവനെ വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി ക്രിസ്തുവിൽ വസിക്കുന്നു. ആ ക്രിസ്തു എന്താ വെളിപ്പെടുത്തുന്നത്? ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയുമാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ യേശു ക്രിസ്തുവിനെ കാണുന്നവരോട് നമുക്ക് വേണമെങ്കിൽ, അല്ല, യേശു ക്രിസ്തുവിനെ കണ്ട ശിഷ്യന്മാരോട് ഇങ്ങനെ നമുക്ക് പറയാം. അവർ കർത്താവിനെ പറഞ്ഞു ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞറിയാം? നിങ്ങൾ എന്നെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. കാരണം പിതാവിനെ ആരും കാണുന്നില്ല, പുത്രനെയാണ് കാണുന്നത്. പക്ഷെ അവർക്ക് ഈ ദൈവത്തിന്റെ കർത്താവിന്റെ വിഷനിൽ ഒരു തൃപ്തിയില്ല. എന്തുകൊണ്ട് തൃപ്തിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീസ് ദെയർ ആസ് എ സൺ ഓഫ് മാൻ. മനുഷ്യനിൽ ജനിച്ച നമ്മുടെ ജഡത്തിന്റെ സദൃശ്യത്തിലാണ് കർത്താവ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ആ ഗ്ലോറി കാണണം. ഇതാണ് ഇവരുടെ എല്ലാ ആഗ്രഹം. മോശയുടെ ആഗ്രഹം അങ്ങനെയായിരുന്നു, ഗ്ലോറിയസ് ആയിട്ടുള്ള ദൈവത്തിന്റെ മഹത്വം ഒന്ന് കാണണം. അതിനകത്താണ് മാഗ്നിഫിക്കൻസ് ഉള്ളത്. അല്ലാതെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, ദൈവം വന്ന് ഒരു സാധാരണക്കാരനായ മനുഷ്യനെ ഇരിക്കുന്നത് കാണുന്നത്, ദേ ആർ നോട്ട് ത്രിൽഡ് അബൌട്ട് ദാറ്റ്. അവർക്ക് അതല്ല വേണം. ഓക്കെ, അപ്പൊ കർത്താവ് പറയുന്നത് നീ എന്നെ കണ്ടാൽ മതി എന്നാ. കാരണം പിതാവ് നിനക്ക് നീ വെളിപ്പെടുത്താൻ തരാനൊന്നും പോകുന്നില്ല ഈ ഭൂമിയിൽ, ഞാനേ വെളിപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നീ എന്നെ കണ്ടാൽ മതി, നീ പിതാവിനെ തന്നെയാണ് കണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ദാറ്റ് റെവലേഷൻ ഈസ് ഇനഫ് ഫോർ യു എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും എ നമ്പർ ഓഫ് ഇൻട്രൊഡക്ഷൻസ് ദാറ്റ് ജോൺ ഗീവ്സ് ജീസസ്, വി ക്യാൻ സീ ഇറ്റ് ഇൻ ദീസ് ലൈൻസ്. ഓക്കെ, യോഹന്നാൻ ദൈവത്തിന്, യേശു ക്രിസ്തുവിന് നൽകുന്ന അനേക ഇൻട്രൊഡക്ഷൻസ്, ആമുഖങ്ങൾ. നമ്മൾ എങ്ങനെയാണ് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ആരാണെന്ന് പരിചയപ്പെടുത്തലുകൾ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. ഈ പരിചയപ്പെടുത്തലുകളാണ് നമ്മൾ ഈ വാക്യങ്ങളിൽ കാണുന്നത്. ആ പരിചയപ്പെടുത്തലിൽ അവസാനം പറയുന്ന കാര്യമാണ് അവൻ പിതാവിനെ വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ റിയൽ സെൽഫ്, റിയൽ ക്യാരക്ടർ എന്താണെന്ന് വെളിപ്പെടുത്തും. നമുക്ക് പലപ്പോഴും തോന്നുന്ന വേറൊരു സംശയം, ഈ ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല, പുത്രൻ വെളിപ്പെടുത്തിയിട്ടില്ല. പുത്രൻ ഇപ്പോഴാണ് വെളിപ്പെടുത്തുന്നത് അല്ലേ? പുത്രൻ ഇപ്പോഴാണ് ദൈവത്തെ പൂർണ്ണമായിട്ടും പിതാവിനെ വെളിപ്പെടുത്തുന്നത്. അതിനു മുമ്പ് പുത്രൻ അങ്ങനെ വെളിപ്പെടുത്തിയിട്ടില്ല. പുത്രന്റെ പ്രസൻസ് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. പക്ഷെ ദൈവം ആരെന്ന് വെളിപ്പെടുത്തുന്ന, അവന്റെ കൃപ വെളിപ്പെടുത്തുന്ന ആ ഒരു ശുശ്രൂഷയിലേക്ക് പുത്രൻ ഇറങ്ങി വരുന്ന ഇൻകാർണേഷനോട് കൂടിയാണ് അല്ലെ? അപ്പോൾ ദൈവത്തെ കുറിച്ച് പഴയ നിയമത്തിൽ പുത്രന്റെ വെളിപ്പാടില്ല, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ ജനങ്ങൾ അറിയുന്നത്? ജനങ്ങൾ അറിയുന്നത് മനുഷ്യരായ പ്രവാചകന്മാരിലൂടെയാണ് ദൈവത്തെ അറിയുന്നത്, ജനങ്ങൾ അറിയുന്നത്. അപ്പൊ മനുഷ്യരായ പ്രവാചകന്മാർക്ക് ദൈവത്തിന്റെ പ്രവാചകന്മാർക്ക് ദൈവത്തെ പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തുന്നതിൽ തടസ്സമുണ്ട്. അവർക്കത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർക്ക് എന്ത് കിട്ടുന്നോ അത് മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ വെളിപ്പാടുകൾ കൃത്യമാണെങ്കിലും ഭാഗികമാണ് എന്ന് നമ്മൾ പറയുന്നത്. അവിടെ ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് വായിക്കുമ്പോൾ ന്യായവിധിയെക്കുറിച്ച് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. സ്നേഹത്തെക്കുറിച്ച് വായിക്കുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് മാത്രമേ വായിക്കാൻ പറ്റൂ. അതിന്റെ എല്ലാം കൂടെ ചേർന്ന ക്രിസ്തു എന്നൊരു വെളിപ്പാട് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ പറ്റുന്നില്ല. അതിന്റെ നിഴലുകൾ നമുക്ക് കാണാമെങ്കിലും ആ വെളിപ്പാട് വരുന്ന പുതിയ നിയമത്തിലാണ്. അപ്പൊ യോഹന്നാൻ പറയാണ്, അവന്റെ പുത്രൻ അവനെ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? പിതാവിന്റെ നേച്ചർ വെളിപ്പെടുത്തിയിരിക്കുന്നു. പലരും ചോദിക്കുന്ന ചോദ്യം, പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും തമ്മിൽ എന്തൊരു വ്യത്യാസമാണ്. പഴയ നിയമത്തിലെ ദൈവം എപ്പോഴും ജാതികളെ സംഗ്രഹിച്ചു കളയുന്ന അങ്ങനെ എങ്ങനെ. എന്നാൽ പുതിയ നിയമത്തിലെ ദൈവമാകട്ടെ അവർ നശിച്ചു പോകണം എന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വിരോധമോ കർത്താവിന് ചോദിച്ചപ്പം നിങ്ങൾ ഏത് ആത്മാവിനാലെന്ന് അറിയുന്നില്ല, വാളെടുക്കുന്നവൻ വാളാലെ പോവും എന്ന രീതിയിലാണ് കർത്താവ് സംസാരിക്കുന്നത് അല്ലെ? നിങ്ങൾ ശപിക്കരുത് എന്നാണ്. നിങ്ങൾ ഏത് ആത്മാവിന് അധീനരെന്ന് ഞാൻ അറിയുന്നില്ല എന്ന കർത്താവ്. അപ്പൊ വളരെ റാഡിക്കലായിട്ടുള്ള ഡിഫറൻസ് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, പഴയ നിയമത്തിലെ ദൈവം ആര്, പുതിയ നിയമത്തിലെ ദൈവം, ഈ രണ്ട് കാര്യങ്ങളിൽ there is a huge difference.
വളരെ വലിയൊരു വ്യത്യാസം. നമുക്കിങ്ങനെ അത് കാണാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പഴയ നിയമത്തിലെ റെവലേഷൻസ് ഭാഗികമായിരുന്നു പറയാൻ കാരണം അത് ഒരു എർത്തിലി ഇസ്രായേലിനെ സംബന്ധിക്കുന്നതായിരുന്നു. ഒരു എർത്തിലി ഇസ്രായേലിനോട് ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളതാണ്. അതൊരു ഭാഗികമായ ദൈവത്തിന്റെ ഒരു പിക്ചർ മാത്രമാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. ആ പഴയ നിയമത്തിൽ അങ്ങനെ ഭാഗികമായ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അറിയാം, ഈ പഴയ നിയമത്തിലെ പല വിശുദ്ധന്മാരും യേശുക്രിസ്തുവിന്റെ വെളിപ്പാടുകൾ പ്രാപിച്ചവരായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു എപ്പോഴും ഉണ്ട്. പഴയ നിയമത്തിന്റെ കാലത്തും ക്രിസ്തുവിന്റെ രക്ഷയുണ്ട്. രക്ഷ എന്ന് പറയുന്നത് വെളിപ്പെട്ടിട്ടില്ല. അത് നിഗൂഢവും വ്യക്തിപരവും വളരെ റെയറായിട്ട് കാണുന്ന ഒരു കാര്യമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബട്ട് ദ സെയിൻസ് ഓഫ് ദ ലോർഡ് ഓൾവേസ് സോട്ട് ഹിം. അവനെ അന്വേഷിച്ചു, അവൻ അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ യേശു ക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തി നമ്മുടെ വാക്യം. അപ്പൊ പിതാവ് എങ്ങനെയുണ്ട്, ദൈവത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ക്രിസ്തു എങ്ങനെയാണോ അതാണ് പിതാവിന്റെ യഥാർത്ഥ സ്വഭാവം. അപ്പോൾ പഴയ നിയമത്തിലെ അത് ഭാഗികമായിട്ട് മനുഷ്യന്റെ മനസ്സിലാക്കലുകളിൽ നിന്നാണ് വന്നത്. ഇപ്പൊ നമ്മൾ പ്രൊഫസി അല്ലെങ്കിൽ ദർശനം കാണുന്ന ആൾക്കാരുണ്ട്. നിങ്ങളിൽ ആ കൂട്ടരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ സ്വപ്നം കണ്ടിട്ട് വന്നിട്ട് ദയവായിട്ട് മനുഷ്യനെ ഉപദ്രവിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കൽ കൂടി പറയും. പക്ഷെ ഈ ദർശനം അല്ലെങ്കിൽ സ്വപ്നം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം, നമ്മളിപ്പോ രാത്രി 3 മണിക്ക് ഒരു സ്വപ്നം കണ്ടെന്ന് വെച്ചോ. 3 മണിക്ക് ഒരു സ്വപ്നം കണ്ടു. നമ്മളൊന്ന് കണ്ടു, ഒന്ന് എഴുന്നേറ്റു, വലിയ സ്വപ്നമായിട്ട് തോന്നി, കുറെ കഴിഞ്ഞപ്പോൾ കിടന്നുറങ്ങി. 6 മണി 7 മണി ആകുമ്പം നമ്മൾ വീണ്ടും ആ സ്വപ്നത്തെ കുറിച്ച് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? നമ്മൾ എക്സാക്ട്ലി കണ്ടതുപോലെ നമുക്ക് സ്വപ്നം റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അത് അപബോധ മനസ്സിലും അർദ്ധബോധ മനസ്സിലും ഇത് സുബോധത്തിലുമാണ്. ആ സബ് കോൺഷ്യസ് സ്റ്റേജിൽ എന്താണ് നമ്മൾ കണ്ടതെന്ന് നമുക്ക് സുബോധം വരുമ്പോൾ പൂർണ്ണമായിട്ട് ഓർക്കാൻ പറ്റില്ല. ഇതിന്റെ ചില ഭാഗങ്ങൾ മാത്രം നമ്മൾ ഓർക്കുന്നത്. അത് വെച്ച് നമ്മൾ പറഞ്ഞുകൂടെ കഴിയുമ്പം ആ ഓർമ്മ വന്നതിന്റെ അത്രയും പോലും എക്സ്പ്രസ് ചെയ്യാനും പറ്റില്ല. സോ ഇറ്റ്സ് എ വെരി ലിമിറ്റഡ് വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഗോഡ്. ഓക്കെ, അത് വളരെ അപൂർണമായ ഒരു വഴിയാണ്. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ, ദൈവത്തെ കുറിച്ച് അറിയുന്നത് നിത്യജീവനാണ്, അല്ലെ? അപ്പൊ ദൈവത്തെ കുറിച്ച് നമ്മൾ അറിയുന്നതാണ് നിത്യജീവൻ. അത് ഭാഗികമായി മാത്രമേ പഴയ നിയമത്തിൽ അറിയുമായിരുന്നുള്ളൂ. എന്നാൽ ചില ആളുകൾക്ക് ദൈവം കുറച്ചുകൂടെ പൂർണ്ണമായ ഒരു വെളിപ്പാട് അവൻ കൃപയിൽ കൊടുത്തിരുന്നു. അവരത് അനുഭവിക്കുകയും അവർ വിടുതൽ പ്രാപിക്കുകയും ചെയ്തു എന്ന് നമുക്ക് പഴയ നിയമത്തിലെ വിറ്റ്നസസിന്റെ കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇവിടെ പറയുന്നത് ക്രിസ്തുവാണ് പിതാവിനെ വെളിപ്പെടുത്തിയതെങ്കിൽ ദൈവം എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിസ്തുവിനെ പോലെ ഇരിക്കുമെന്നാണ് നമ്മുടെ മറുപടി എങ്കിൽ, അടുത്ത ചോദ്യം ക്രിസ്തുവിന്റെ സ്വഭാവം എന്താണെന്നാണ്. അതിന്റെ ഉത്തരം എന്താണ്? ആർക്ക് പറയാം? അതിന്റെ ഉത്തരം എന്താ? ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്ന് അറിയാൻ ക്രിസ്തു ആരും പറഞ്ഞോ? എന്നെ നോക്ക് എന്ന് പറയാൻ പറ്റില്ല. ഏതാ ക്രിസ്തുവിന്റെ സ്വഭാവം അറിയാൻ എന്നെ നോക്ക് എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. അത് ആൾക്കാർ സമ്മതിക്കില്ല. കാരണം ക്രിസ്തുവിന്റെ സ്വഭാവം നിനക്കൊണ്ട് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി പിന്നെ ആൾക്കാർ നോക്കിയിരിക്കുമായിരിക്കും. പക്ഷേ ദ മോസ്റ്റ് പോസിബിൾ സ്റ്റേറ്റ്മെന്റ്, ഫീസിബിൾ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: നമ്മെ ഒരു ദേശത്ത് ആക്കി വെച്ചിരിക്കുന്നു. ആ സഭയാണ് ഇങ്ങനെ ഒരു കർത്താവ് ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്നത്. ആ സഭ പരസ്പരമുള്ള സ്നേഹം, പാവങ്ങളോടുള്ള കരുതൽ, ദയവ്, കരുണ, ക്രിസ്തുവിന്റെ സ്വഭാവം. അപ്പൊ അതെങ്ങനെ സഭയ്ക്ക് കാണിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരാൾ കരുണ കാണിക്കാനുള്ള വരമുള്ള ആളായിരിക്കും, വേറൊരാൾ സുവിശേഷത്തിലുള്ള ആളുകളെ രക്ഷിക്കാൻ സുവിശേഷകനായിരിക്കും, വേറെ ചിലർക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഉപദേഷ്ടാവിന്റെ വരവായിരിക്കും. ഇങ്ങനെ പലതരം കൃപാവരങ്ങൾ, അതിഥികളെ സ്വീകരിക്കാൻ, അവരെ സംരക്ഷിക്കാൻ, അപരിചിതരെ കൈക്കൊള്ളാൻ, ഇങ്ങനെയൊക്കെയുള്ള പലതരം കൃപാവരങ്ങൾ ഒരു സഭയിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും യേശുവിന്റെ പെർഫെക്ഷനിലേക്ക് ഇതെല്ലാം കൂടെ കൂടി ചേരുക ചെയ്യും. അത് കാണുമ്പോഴാണ് ദൈവത്തിന്റെ സഭയെ നോക്കിയിട്ടാണ് കർത്താവ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ആളുകൾ പറയേണ്ടത്. ഓക്കെ, അപ്പൊ ദൈവത്തെ നമുക്ക് പുത്രൻ വെളിപ്പെടുത്തി തരുമ്പോൾ, മനോഹരമായ പുത്രന്റെ ജീവൻ നമ്മൾ അനുഭവിക്കുമ്പോൾ, നമ്മൾ ഒരു കാര്യവും കൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കടമയാണ് ഈ ജീവനെ പ്രതിഫലിപ്പിക്കുക, ജീവിക്കുക, അല്ലെങ്കിൽ ശബ്ദമായി മാറുക. നമ്മൾ
നമ്മളെ കണ്ടാൽ കർത്താവ് എങ്ങനെയാണ് നമ്മളെ നടത്തുന്നത് ബോധ്യം വരുന്ന രീതിയിലുള്ള ഒരു വെളിപ്പാടിലേക്ക് നമ്മളെല്ലാവരും പോകേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസം ചോദിക്കാവുന്നതാണ്. ഞാൻ ഒരിക്കൽ കൂടി അപ്പോളജൈസ് ചെയ്യുന്നു. എൻ്റെ ഈ തിരക്കുകൾ ഇത്തിരി വളരെ കൂടുതലാണ് ഈ 2-3 ആഴ്ചയായിട്ട്. പ്രത്യേകിച്ചും 3-4 സെഷൻസ്, കണ്ടിന്യൂസ് സെഷൻസ്. ഇന്നലെ ദൈവം എന്നെ വലിയൊരു കൺഫ്യൂഷനിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. ഞാനത് പിന്നീട് ഒരു അവസരത്തിൽ സാക്ഷ്യമായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടീച്ചിങ്സ് കാരണം എനിക്ക് പലപ്പോഴും സംസാരിക്കുമ്പോൾ ഈ സൈഡിൽ ഒരു പെയിൻ ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരാഴ്ചയും കൂടെ, ഞാൻ നിങ്ങളുടെ എക്സ്ക്യൂസ് പറയുന്നതിൽ ക്ഷമിക്കണം, ഈ ഒരാഴ്ചയും കൂടെ നമുക്ക് തുടർന്ന് ബൈബിൾ സ്റ്റഡി ഉണ്ടാവുക പ്രയാസമാണ്. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയാൻ, 1-ാം നൂറ്റാണ്ടിലെ ആയാലും 4-ാം നൂറ്റാണ്ടിലെ ആയാലും ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചെന്ന് കൃപയാലല്ലേ വിശ്വസിക്കാൻ പറ്റും? മലയാളം പോലും വായിക്കാൻ പറ്റാത്തവരെ ദൈവം കൃപയാൽ നടത്തുന്നില്ല. തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും മനോഹരമായ കാര്യം. നമ്മൾ ഒന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യം റിയലി നമ്മുടെ അക്കാഡമിക് നോളജ് അല്ലെങ്കിൽ ടെക്സ്റ്റൽ ക്രിറ്റിസിസത്തിന്റെ പെർഫെക്ഷൻ, ഇതൊന്നും നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമാണ്. രക്ഷയ്ക്ക് നിഷ്കളങ്കമായ ഒരൊറ്റ വിശ്വാസം മാത്രം. ജീസസ് ഡൈഡ് ഫോർ മീ ആൻഡ് ഹിസ് ലൈഫ് ഈസ് ഇൻ മീ. അവന്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. ഈ 2 ബോധങ്ങൾ, അവനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെടുന്നു, ഇനി ജീവിക്കുന്നത് അവനാണ്, ഞാനല്ലെന്ന്, അത് വിശ്വസിക്കാനില്ല. അത് മാത്രം വിശ്വസിച്ചാൽ മതി നമ്മൾ ശരിക്കും. പക്ഷെ എന്തിനാണ് നമ്മൾ ഡീപ്പായിട്ട് വചനം പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കുറച്ചുകൂടെ നമുക്കത് ആ ടീച്ചിങ്ങിനെ ഒന്ന് ഓഗ്മെന്റ് ചെയ്യാൻ വേണ്ടിയും സ്ട്രോങ് ആക്കാൻ വേണ്ടിയും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ബട്ട് ഏത് ട്രാൻസ്ലേഷൻ വായിച്ചാലും ഇറ്റ്സ് വെൻ യു ആർ റീഡിങ് എനിവേ, വെൻ യു ആർ റീഡിങ് എ ട്രാൻസ്ലേഷൻ, ഇറ്റ്സ് ബെറ്റർ ടു ഗെറ്റ് ദ ബെസ്റ്റ് വൺ. അത്രയും. അല്ലാതെ നമ്മുടെ സ്കോളർഷിപ്പ് ഒരിക്കലും നമ്മുടെ രക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യം. ഓക്കെ, വായിക്കാൻ അറിയാമായിരുന്നു നിരക്ഷരരായ ആൾക്കാർ എത്രയോ പവർഫുൾ ആയിട്ട് ദൈവം അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ വേറൊരു കാര്യം നമുക്ക് പറയാവുന്ന, നമുക്ക് നല്ല പുസ്തകങ്ങളും ബൈബിളിന്റെ നല്ല ലിറ്ററൽ ട്രാൻസ്ലേഷൻസ് ഒക്കെ ഉള്ളത് ഇംഗ്ലീഷിലാണ്. മലയാളത്തിൽ വളരെ കുറച്ച് പുസ്തകങ്ങളേ ഉള്ളൂ. നമുക്ക് റിസോഴ്സ് മെറ്റീരിയൽസ് വളരെ കുറവാണ്. അപ്പൊ ഈ മലയാളം അറിയാൻ വയ്യാത്ത ആളുകൾ കഷ്ടപ്പെടുമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. ഒരു പ്രശ്നമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയാം? ഒരു 100 വർഷങ്ങൾക്ക് മുൻപുള്ള നമ്മുടെ പൂർവികർ ഒരു തെറ്റുമില്ലാതെ, അത് എങ്ങനെ ഒരു തെറ്റുമില്ലാതെ ഞാൻ ഈ 2020 ഇരുന്നുകൊണ്ട് എങ്ങനെ മനസ്സിലാക്കിയെന്നറിയാം? അവരന്ന് എഴുതുന്ന പാട്ടുകൾ ഇന്ന് പാടി നോക്കുമ്പോൾ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവർ, നിരക്ഷരരുമായവര് എഴുതിയ പാട്ടുകൾ, പാടിയ പാട്ടുകൾ, ഒരു ഉപദേശ പെശക പോലും ഇല്ലാതെ, ഒരിടത്ത് ഉപദേശം തെറ്റാതെ, എത്ര കൃത്യമായിട്ട് ഈ പഴയൊരു പാട്ട് ഹൗസ് എടുത്ത് പാടി നോക്കി 1-2 പാട്ടുകൾ മാത്രമേ നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. ബാക്കി മുഴുവൻ ഉപദേശപരമായിട്ട് പെർഫെക്റ്റ് ആയിരിക്കും. അന്ന് ബൈബിൾ കോളേജും ഇല്ല, ടീച്ചേഴ്സും ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ ആത്മാവുണ്ട്. അത് മനുഷ്യരുടെ ഇടയിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ആ ഒരു ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പാട്ട് പാടുന്നവർക്ക് തെറ്റില്ല, പ്രസംഗിക്കുന്നവർക്ക് തെറ്റില്ല. തെറ്റ് മാനുഷിക ബലഹീനതകൾ വരുന്നുള്ളതല്ല, വലിയ വലിയ ദുരുപദേശങ്ങളിലോട്ട് പോകാതെ ഈ പാട്ടുകളെല്ലാം അങ്ങനെ പ്രിസർവ് ചെയ്യപ്പെട്ടായിരുന്നുകൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം ഒരു ഫാക്ടറി അല്ല, തീർച്ചയായിട്ടും അല്ല. പഠിക്കുമ്പോൾ ഈ ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, നമുക്ക് 1-2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. ദാറ്റ് വി വിൽ ഐ ഷാൽ ഡിസ്കസ് പേഴ്സണലി. കാരണം ഇന്നത്തെ ക്ലാസ്സുമായിട്ട് സംബന്ധിക്കുന്നതല്ല. നമുക്ക് ക്ലാസ്സിനോട് ക്ലോസ് ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വി ഷാൽ മീറ്റ് അഗെയിൻ നെക്സ്റ്റ് മൺഡേ. ഓക്കെ, സോറി ഫോർ ലോങ്ങർ ഡിലേസ് നൗ. ഈ ഒരാഴ്ചയുടെ അങ്ങനെ പോകട്ടെ എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച തൊട്ട് ഗോഡ് വില്ലിംഗ് വി വിൽ gather on 3 days. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ വെളിപ്പാടുകൾക്കായി സ്തോത്രം, ഞങ്ങളുടെ വചനത്തിനായി സ്തോത്രം കർത്താവേ. ഞങ്ങൾ അല്പമായി മാത്രം കാണുന്ന ഈ സമയത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം കൃത്യമായി നൽകുന്ന കർത്താവേ, അങ്ങയുടെ പരിജ്ഞാനത്തിലേക്ക് ഞങ്ങളെ നടത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ കൃപ, അങ്ങയുടെ തേജസ് അനുഭവിക്കുവാൻ ഞങ്ങളെ വിളിച്ചിരിക്കുന്നു കർത്താവെ. ആ വലിയ വിളിയിൽ അങ്ങയുടെ മഹത്വം ഓരോ ദിവസവും അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങൾ അക്ഷരത്തിന്റെ ബഹുത്വത്താലല്ല, ആത്മാവിന്റെ ബലത്തിൽ കർത്താവെ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ, വളരുവാൻ കർത്താവ്, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Okay, see you all. God bless you. Shall meet on next Monday. Sunday service as usual, 10 o'clock. Bye. ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. സ്വപ്നവും ദർശനവും തമ്മിലുള്ള, ഞാനത് ശ്രദ്ധിച്ചില്ല. Okay, we will see next Bible study, during next Bible study. ജ്ഞാനം പരിജ്ഞാനം തമ്മിലുള്ള വ്യത്യാസം, ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട്. We shall see it in the next class.